വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പണച്ചെലവുള്ള വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടാണ് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നത്. ഒരുപാട് പണമാണ് നിങ്ങൾ ആ ഒരു കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ വളരെ റെസ്പോൺസിബിളായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെൻ്റെ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നത്ര കാര്യമാണോ? ഇതെനിക്ക് അവിടെ ചെന്നിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇത് ലോൺ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ആ ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ എടുക്കുന്ന 30 ലക്ഷം രൂപ ഒരു 6 കൊല്ലം കഴിയുമ്പോൾ എത്ര ലക്ഷം ആകും? എനിക്കതിന് മുമ്പ് തിരിച്ചടച്ച് എങ്ങനെ ഓരോ മാസം എത്ര രൂപ ഉണ്ടാക്കിയാൽ അത് തിരിച്ചടയ്ക്കാൻ പറ്റും? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന് റിട്ടേൺ കിട്ടാത്ത ഒരു പരിപാടിക്കും നമ്മൾ ഇറങ്ങി തിരിക്കരുത്. കാരണം ഇന്നും പല കുട്ടികളും പോയി ചേരുന്നത് വളരെ മോശപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെയാണ്. അവിടെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതയോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു PR കിട്ടാനുള്ള സാധ്യതയോ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സാമ്പത്തികമായി തകരുകയും മറ്റും ചെയ്യും. വേറൊരു വലിയ പ്രശ്നം, അവിടെ പോയി പഠിക്കുന്ന പല കോഴ്സുകളും നാളെ അവിടെ ജോലി കിട്ടാതെ ഒരു സാധ്യതയില്ലാതെ തിരിച്ചു വരേണ്ട വന്നാൽ ഇവിടെ എന്തെങ്കിലും ഗുണമുള്ളതാണോ? ഇതുകൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടെക്നോളജി എന്തെങ്കിലും നീഡ് ആ പഠിക്കാൻ പോകുന്ന രാജ്യത്തുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് പ്രോപ്പറായി അനലൈസ് ചെയ്തിട്ട് മാത്രം ഇറങ്ങി ഓടുക. കണ്ണും പൂട്ടിയുള്ള ഓട്ടം വലിയ അപകടത്തിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ വലിയ പ്രയാസമായിരിക്കും നാളെ സൃഷ്ടിക്കുന്നത്.